584 ദിവസത്തെ ഹമാസ് തടവിലെ ദുരിതപൂർണമായ ജീവിതത്തിനു ശേഷം മാതൃരാജ്യത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കൻ പൗരനായ ഏദൻ അലക്സാണ്ടർ. ഇസ്രായേലി പട്ടാളക്കാരൻ കൂടിയായ ഏദൻ അലക്സാണ്ടറിന്റെ മോചനം നടന്നതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സന്തോഷം രേഖപ്പെടുത്തി. ഏദൻ അലക്സാണ്ടറെ മോചിപ്പിച്ച വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഹമാസ് തടവിൽ നിന്നും തിരിച്ചെത്തിയ IDF സ്റ്റാഫ് സർജന്റ് ഏദൻ അലക്സാണ്ടറെ ഇസ്രായേൽ സർക്കാർ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ജീവിതത്തിലും സഹായിക്കുമെന്നും അദ്ദേഹത്തെയും കുടുംബത്തെയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് PMOയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. എല്ലാ ബന്ധികളെയും കാണാതായവരെയും ജീവിച്ചിരിക്കുന്നവരെയും വീണുപോയവരെയും തിരികെ കൊണ്ടുവരുന്നതിന് ഇസ്രായേൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കി. എല്ലാ ബന്ധികളെയും ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ അക്ഷീണം പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. ഏദൻ അലക്സാണ്ടറുടെ മോചനം ഗാസയിലെ ശേഷിക്കുന്ന ബന്ദികളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ഓർമ്മപ്പെടുത്തലാണെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ ഫോറം അഭിപ്രായപ്പെട്ടു. ഹമാസ് തടങ്കലിൽ കഴിഞ്ഞ 584 വേദനാജനകമായ ദിവസങ്ങൾക്ക് ശേഷം ഏദൻ അലക്സാണ്ടർ തന്റെ വീട്ടിലെത്തി. തന്റെ മോചനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി പോരാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ലോകം മുഴുവനുമുള്ള എല്ലാ ജനങ്ങൾക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ഗാസയിലെ ഖാൻ യൂണിസിൽ വച്ചാണ് ഹമാസ് ഏദൻ അലക്സാണ്ടറെ റെഡ് ക്രോസിന് കൈമാറിയത്. ട്രംപ് ഇടപെട്ടുള്ള നീക്കമായിരുന്നതിനാലും ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം ഗാസയിലുടനീളം ഉള്ളതിനാലും അതീവ രഹസ്യമായാണ് ബന്ദിയെ കൈമാറിയത്. ഏദൻ അലക്സാണ്ടർ ഇസ്രായേൽ അമേരിക്കൻ പൗരനാണ്. ഹമാസ് തടവിൽ കൊല്ലപ്പെട്ട 4 ഇസ്രായേൽ അമേരിക്കൻ പൗരന്മാരുടെ മൃതദേഹം കൂടി ഇനിയും ഹമാസ് വിട്ടു നൽകാനുണ്ട്. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിൽ ബാക്കിയുള്ള ബന്ദികളുടെ മോചനവും ശാശ്വതമായ വെടിനിർത്തൽ എന്നിവയെക്കുറിച്ചുള്ള തീരുമാനമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.